ഹായ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ആണ്. ഈ ഒരു ടോപ്പിക്കിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. തൊട്ട് മുന്നുള്ള വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ എസ്റ്റിമേറ്റഡ് യൂണിറ്റ് കോസ്റ്റ് ഓഫ് എ കമ്പനി ഡ്യൂറിംഗ് യൂസിങ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ് to produce and sell at a level of 12,000 units per month are given as follows. അപ്പം നമ്മൾ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യനെ കാണുമ്പം ആദ്യം ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നതെന്ന് ആദ്യം അറിയണം. ഇതുപോലുള്ള വലിയ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യണം, താഴെയുള്ള ലൈൻ ഒന്ന് വായിക്കണം. ആ താഴെയുള്ള ലൈൻ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനെ പിക്ക് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റ് കിട്ടും. ക്വസ്റ്റ്യന് താഴെ എന്താണ് ചോദിക്കുന്നത്? എസ്റ്റിമേറ്റഡ് കൺവേർഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് ആർ. അപ്പം കൺവേർഷൻ കോസ്റ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഐറ്റംസ് ആണ് ആ കൺവേർഷൻ കോസ്റ്റ് ഉള്ളത്? നമുക്കറിയാം, ഒരു റോ മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്തിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോസ്റ്റ് എന്തൊക്കെയാണ്? റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡയറക്റ്റ് മെറ്റീരിയൽ ആണ് അല്ലേ. ആ ഡയറക്റ്റ് മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾക്ക് എന്തൊക്കെ കോസ്റ്റ് ആണ് ആവുന്നത്? അവിടെ ഡയറക്റ്റ് ലേബറും വരും, മാനുഫാക്ചറിങ് ഓവർഹെഡും വരും അല്ലേ. ഡയറക്റ്റ് ലേബറും വരും, മാനുഫാക്ചറിങ് ഓവർഹെഡും വരും. ഈ രണ്ട് ഐറ്റംസിനല്ലേ നമ്മൾ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. തൊട്ട് മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡയറക്റ്റ് മെറ്റീരിയലിനും ഡയറക്റ്റ് ലേബറിനെയും കൂടി നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് എന്ത്? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഡയറക്റ്റ് ലേബറിനെയും മാനുഫാക്ചറിങ് ഓവർഹെഡിനെയും നമ്മൾ ഒരേപോലെ വിളിക്കുന്ന പേരാണ് എന്ത്? കൺവേർഷൻ കോസ്റ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ഡയറക്റ്റ് മെറ്റീരിയലിനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ വേണ്ടി കൺവേർട്ട് ചെയ്യുന്ന കോസ്റ്റ് ആണ് അത്. അതായത് ഡയറക്റ്റ് ലേബറും മാനുഫാക്ചറിങ് ഓവർഹെഡും. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ലേബർ തന്നിട്ടില്ലേ, പെർ യൂണിറ്റ് തന്നെ തന്നിട്ടില്ലേ, എത്രയാണ്? $30 ആണ് അല്ലേ. $30 ആണ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ലേബറിന് തന്നിട്ടുള്ളത്. ആൻഡ് മാനുഫാക്ചർ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി തന്നിട്ടില്ല, പകരം വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡും തന്നിട്ടുണ്ട്, ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡും തന്നിട്ടുണ്ട്. ഇത് രണ്ടും ആഡ് ചെയ്താലല്ലേ നമുക്ക് ടോട്ടൽ മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ എമൗണ്ട് കിട്ടുക. എത്രയാണ് വേരിയബിൾ മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ എമൗണ്ട്? എത്രയാണ്? $15 അല്ലേ. ആൻഡ് ഫിക്സഡ് മാനുഫാക്ചറിങ് ഓവർഹെഡിന്റെ എമൗണ്ട് എത്രയാണ്? $10 അല്ലേ. രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയാണ്? $25 അല്ലേ. $15 + $10 എത്രയാണ്? മാനുഫാക്ചറിങ് ഓവർഹെഡ് ആയിട്ട് നമുക്ക് $25 ആണ് ആവുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺവേർഷൻ കോസ്റ്റ് കിട്ടില്ലേ. അതായത് ഡയറക്റ്റ് മെറ്റീരിയലും മാനുഫാക്ചറിങ് ഓവർഹെഡും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കൺവേർഷൻ കോസ്റ്റ് കിട്ടില്ലേ. എത്രയാണ്? 30 + 25 = $55. ഒരു യൂണിറ്റ് $55 ആണ് നമുക്ക് യൂണിറ്റിൽ കിട്ടുന്നത്, കൺവേർഷൻ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ABC കമ്പനി പ്രൊവൈഡ്സ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. നമുക്ക് നോക്കാം. ഇവിടെ വോളിയംസ് ഇൻ യൂണിറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ. കോസ്റ്റ് A, കോസ്റ്റ് B, കോസ്റ്റ് C, കോസ്റ്റ് D എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ വോളിയംസും തന്നിട്ടുണ്ട്. 1000 വോളിയം, 1500 വോളിയം, 2000 വോളിയം വരുന്നുണ്ട്. അതായത് യൂണിറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. ദ കോസ്റ്റ് ബിഹേവിയർ ഓഫ് ഈച്ച് ഓഫ് ദ കോസ്റ്റ് A ത്രൂ കോസ്റ്റ് A ടു കോസ്റ്റ് D എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിക്കുന്നത്. അതായത് കോസ്റ്റ് A എന്ത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്? ഫിക്സഡ് കോസ്റ്റ് ആണോ, വേരിയബിൾ കോസ്റ്റ് ആണോ, മിക്സഡ് കോസ്റ്റ് ആണോ? അതേപോലെ കോസ്റ്റ് B എന്ത് കോസ്റ്റ് ആണ്? കോസ്റ്റ് C എന്ത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്? കോസ്റ്റ് D എന്ത് ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ്? ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് മനസ്സിലാവും. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 1500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും 2000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും കോസ്റ്റ് C എന്ന് പറയുന്നത് സെയിം ആണ്. 1500 തന്നെയാണ് കോസ്റ്റ് വരുന്നത്. $1500 തന്നെയാണ് കോസ്റ്റ് വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഫിക്സഡ് ആണ്. അവിടെ മാറ്റം വരുന്നുണ്ടോ? അതിന് 1500 മാറ്റം വരുന്നുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്താണ്? അതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, ഇനി കോസ്റ്റ് എന്റെ കേസിലേക്ക് നോക്കാം. കോസ്റ്റ് A എന്ന് പറയുന്നത് $1420 ആണ്. $1420 ആണ്. ഇത് എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് വരുന്നത്? 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് വരുന്നത്. 1000 യൂണിറ്റ്സ്. അപ്പം യൂണിറ്റ്സിന് എപ്പോഴും നമ്മൾ ഡിനോമിനേറ്ററിലാണ് എടുക്കേണ്ടത്. യൂണിറ്റ്സിന് എപ്പോഴും നമ്മൾ ഡിനോമിനേറ്ററിലാണ് എടുക്കേണ്ടത്. 1420 ഡിവൈഡഡ് ബൈ 1000 = എത്രയാണ്? ഒരു യൂണിറ്റിന് എത്രയാണ് വരുന്നത്? ഒരു യൂണിറ്റിന് ആവുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ 1.42 ആണ്. ഓക്കെ, 1.42. ഇനി നമുക്ക് 1500 യൂണിറ്റ്സിലേക്ക് കിടക്കാം. നോക്കാം. കോസ്റ്റ് A 2130, അതായത് $2130 ആണ് ആവുന്നത്. എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? 1500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1230 ഡിവൈഡഡ് ബൈ 1500 അവിടെയും നമുക്ക് ഒരു യൂണിറ്റിന്റെ പ്രൈസ് എത്രയാണ്? ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എത്രയാണ്? 1.42 തന്നെയാണ് ആവുന്നത്. ഇനി അടുത്ത കേസിലേക്ക് നോക്കാം. 2840 ഡിവൈഡഡ് ബൈ 2000 അല്ലേ. 2000 യൂണിറ്റ്സ് അല്ലേ. അപ്പോൾ യൂണിറ്റ്സിനൊക്കെ നമ്മൾ ഡിനോമിനേറ്റർ സൈഡിലാണ് എടുക്കുക.
1.40 ഡിവൈഡഡ് ബൈ 2000 ഈസ് ഈക്വൽ ടു അവിടെയും 1.42 തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ പറയുന്നു ഇതൊരു വേരിയബിൾ കോസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് 1000-ൽ നിന്നും 1500-ലേക്കും 1500-ൽ നിന്നും 2000-ലേക്കും യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ? ടോട്ടൽ കോസ്റ്റും കൂടുന്നുണ്ട്. പക്ഷേ അവിടെ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് മാറുന്നില്ല, അത് സ്റ്റേബിൾ ആണ്, അത് സെയിം ആണ് അല്ലേ? ഇവിടുത്തെ 1000 യൂണിറ്റ്സിൽ നിന്നും 1500 യൂണിറ്റ്സിലേക്ക് ആക്കിയപ്പോൾ 1420-ൽ നിന്നും 2130 ആയി കോസ്റ്റ് മാറി. ബട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 1.42 തന്നെയാണ് 3 കേസിലും. അതുകൊണ്ട് തന്നെ ഇതൊരു വേരിയബിൾ കോസ്റ്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. വേരിയബിൾ കോസ്റ്റിന്റെ ഒരു ഫീച്ചറാണ് എന്ത്? യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് ടോട്ടൽ കോസ്റ്റിൽ വ്യത്യാസം വരും, ബട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് എപ്പോഴും റിമെയിൻസ് ദ സെയിം. അപ്പോൾ അത് വേരിയബിൾ കോസ്റ്റ് ആണ്. കോസ്റ്റ് എ ഒരു വേരിയബിൾ കോസ്റ്റ് ആണെന്ന് കിട്ടി. ഇനി കോസ്റ്റ് ബിന്റെ കേസിലേക്ക് നോക്കാം. 1550 അതായത് 1550 ഡിവൈഡഡ് ബൈ എത്ര യൂണിറ്റ് ആണ്? 1000 യൂണിറ്റ്. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ 1.55 എന്ന് കിട്ടും. 1.55 ഒരു യൂണിറ്റിന് 1.55 ആണ് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. 2130 ഡിവൈഡഡ് ബൈ 2000. സോറി ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് ഇറേസ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നോക്കാം ഇവിടെ എത്രയാണ് കോസ്റ്റ് വരുന്നത്? കോസ്റ്റ് വരുന്നത് എത്രയാണ്? 2200 ഡിവൈഡഡ് ബൈ 1500 എത്രയാണ് വരുന്നത്? 2200 ഡിവൈഡഡ് ബൈ 1500 ഈസ് ഈക്വൽ ടു 1.466 എന്നാണ് വരുന്നത്. 1.466 എന്നാണ് വരുന്നത്. അടുത്തത് നോക്കാം. 2900 ഡിവൈഡഡ് ബൈ 2000 അല്ലേ? 2900 ഡിവൈഡഡ് ബൈ 2000 യൂണിറ്റ്സ്. 2900 ഡിവൈഡഡ് ബൈ 2000 എന്ന് പറയുന്നത് 1.45 ആണ്. അപ്പം ഇത് ഫിക്സഡ് അല്ല നമുക്കറിയാം, കാരണം ഓരോ യൂണിറ്റ്സിലും കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഫിക്സഡ് അല്ല. ആൻഡ് വേരിയബിൾ കോസ്റ്റ് അല്ല എന്ന് നമുക്ക് പറയാം. കാരണം എന്താണ്? ഓരോ യൂണിറ്റിന് പെർ യൂണിറ്റ് കോസ്റ്റ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വേരിയബിൾ കോസ്റ്റ് എപ്പോഴും യൂണിറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്താലും അല്ലെങ്കിൽ യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, ബട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് എപ്പോഴും റിമെയിൻസ് ദ സെയിം ആണ്. ബട്ട് ഇവിടെ നോക്കുമ്പോൾ പെർ യൂണിറ്റ് കോസ്റ്റ് ചേഞ്ച് വരുന്നില്ലേ? 1.55 അത് ചേഞ്ച് ചെയ്ത് 1.46 ആയി, അത് പിന്നെയും ചേഞ്ച് ചെയ്ത് 1.45 ആയി. അപ്പം നമുക്ക് എന്താ? ഇത് ഫിക്സഡ് കോസ്റ്റും ഇല്ല, വേരിയബിൾ കോസ്റ്റും ഇല്ല, പിന്നെ എന്ത് കോസ്റ്റ് ആയിരിക്കും? മിക്സഡ് കോസ്റ്റ് ആയിരിക്കും. എന്ത് കോസ്റ്റ് ആയിരിക്കും? മിക്സഡ് കോസ്റ്റ് ആയിരിക്കും. ഇനി ലാസ്റ്റത്തെ കോസ്റ്റ് ഡി എന്ന് പറയുന്നത് നോക്കാം. കോസ്റ്റ് ഡിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റത്തത് 1630 ആണല്ലേ കോസ്റ്റ് വരുന്നത്. 1630 ഡിവൈഡഡ് ബൈ 1000 എത്രയാണ് കിട്ടുന്നത്? 1630 ഡിവൈഡഡ് ബൈ 1000 ഈസ് ഈക്വൽ ടു 1.63. 1.63 ആണ് ഒരു യൂണിറ്റിനാവുന്ന കോസ്റ്റ്. ഇനി അടുത്തതിലേക്ക് നോക്കാം. $2445 ഡിവൈഡഡ് ബൈ 1500 യൂണിറ്റ്സ്. 2445 ഡിവൈഡഡ് ബൈ 1500 യൂണിറ്റ്സ്, ദാറ്റ് ഈസ് 1.63 തന്നെ. ഒരു യൂണിറ്റിനാവുന്നത് 1.63 തന്നെ. ഇനി ലാസ്റ്റ് ആയിട്ട് നോക്കാം. 3260 ഡിവൈഡഡ് ബൈ 2000 യൂണിറ്റ്. 3260 ഡിവൈഡഡ് ബൈ 2000 യൂണിറ്റ്. പിന്നെയും നമുക്ക് എന്തെന്നെ കിട്ടി? 1.63 തന്നെ കിട്ടി. ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? യൂണിറ്റ്സ് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റിൽ ഡിഫറൻസ് വരുന്നുണ്ട്, ബട്ട് പെർ യൂണിറ്റ് കോസ്റ്റ് റിമെയിൻസ് ദ സെയിം. ഇത് എന്തിന്റെ ഫീച്ചറാണ്? തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊരു വേരിയബിൾ കോസ്റ്റിന്റെ ഫീച്ചറാണ് അല്ലേ? അപ്പോൾ കോസ്റ്റ് ഡി എന്ന് പറയുന്നത് ഒരു വേരിയബിൾ കോസ്റ്റ് ആണ്. സോ ഒന്നുകൂടി ഞാൻ സ്പീഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കോസ്റ്റ് എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ കോസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് അത് വേരിയബിൾ കോസ്റ്റ് ആയത്? അതിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് ചേഞ്ച് വരുന്നില്ല. യൂണിറ്റ്സ് ചേഞ്ച് ചെയ്താലും പെർ യൂണിറ്റ് ഒരു യൂണിറ്റിനാവുന്ന കോസ്റ്റ് ഇവിടെ 1.42 തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് എ എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആണ്. കോസ്റ്റ് ബി എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റിന്റെ ക്യാരക്ടേഴ്സും കാട്ടുന്നില്ല, വേരിയബിൾ കോസ്റ്റിന്റെ ക്യാരക്ടേഴ്സും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത് എന്തായിരിക്കും? ഇത് രണ്ടിന്റെയും ഒരു ബ്ലെൻഡ് ആയിരിക്കും, അതൊരു മിക്സഡ് കോസ്റ്റ് ആയിരിക്കും. ആൻഡ് കോസ്റ്റ് സി നോക്കുമ്പോൾ 1000 യൂണിറ്റിലും 1500 യൂണിറ്റിലും 2000 യൂണിറ്റിലും 1500 തന്നെയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. ആ കോസ്റ്റ് കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് വരുന്നില്ല, ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. ആൻഡ് കോസ്റ്റ് ഡിന്റെ കേസിലേക്ക് നോക്കുമ്പോൾ യൂണിറ്റ്സ് കൂടുന്നുണ്ട്, അതിനനുസരിച്ച് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കൂടുന്നുണ്ട്, ബട്ട് പെർ യൂണിറ്റ് കോസ്റ്റിൽ ഒരു ചേഞ്ചും വരുന്നില്ല, 1.63 തന്നെയാണ്. അതുകൊണ്ട് കോസ്റ്റ് ഡി എന്ന് പറയുന്നത് ഒരു വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ 4 കോസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഓപ്ഷൻസിൽ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും ഇതേ ടോപ്പിക് അല്ലെങ്കിൽ ഇതേ ഒരു ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് വരും. ഉറപ്പായിട്ടും ഇതിൻ്റെ മുന്നേ എടുത്ത വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.